കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അവനിലല്ലയോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായിട്ട് വസിക്കുന്നത്. അവനിൽ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ. നമുക്ക് പ്രിയരെ, ഈ ഭൂമിയിൽ ആരും ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തെ അന്വേഷിച്ച് സകല ജാതി മതസ്ഥരും ക്രിസ്തീയ മതം ഉൾപ്പെടെ അവിടെയും ഇവിടെയും അന്വേഷിച്ച് തപ്പി നടക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനം നമ്മളോട് വ്യക്തമാക്കുന്നു. അവനിലല്ലയോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിലല്ലയോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായിട്ട് വസിക്കുന്നത്. അപ്പോൾ നോക്ക്, പിന്നെ ഒരിടത്ത് പറഞ്ഞു, ദൈവത്തെ അന്വേഷിക്കുന്നവർ എന്നെ അന്വേഷിക്കണം. അതായത് പുത്രനുള്ളവർക്ക് ദൈവമുണ്ട്, പുത്രനില്ലാത്തവർക്ക് ദൈവമില്ല. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് ഒരു മനുഷ്യൻ്റെ ഹൃദയം തിരിക്കുന്നത് എന്തിനാണെന്ന് അറിയുമ്പോൾ സത്യദൈവത്തെ അവൻ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ദൈവത്തെ സ്വായത്തമാക്കുന്നത്? ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഇതിൻ്റെ അടുത്ത വചനത്തിൽ ഇങ്ങനെ പറയുന്നത് 12-ാമത് കൊലോസ്യ ലേഖനം 2:12. സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ അവനിലല്ലയോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായിട്ട് വസിക്കുന്നത് എന്ന് പറയുന്ന വചനത്തിന് മുമ്പിൽ നാമും ആ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയുമുള്ള യേശുക്രിസ്തുവിനോട് ജീവിപ്പാൻ യോഗ്യത നേടിയത് സ്നാനത്തിലാണ്. അപ്പോൾ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ അല്ലെങ്കിൽ ഈ ലേഖനങ്ങൾ ആരോട് പറയുന്നുവോ വിശുദ്ധന്മാരുടെ സംബന്ധിച്ചുള്ള അവകാശം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ സകല പൂർണ്ണതയും ദേഹരൂപത്തിൽ വസിച്ച യേശുക്രിസ്തുവിനോട് കൂടെ സകല പങ്കും ഓഹരിക്കും അവൻ യോഗ്യനായിട്ട് തീർന്നിരിക്കുകയാണ്. എവിടെ? സ്വർഗത്തിൽ. അപ്പോൾ സ്വർഗീയമായിരിക്കുന്ന ആ ദൈവത്തിൻ്റെ പൂർണ്ണതയായിരിക്കുന്ന ക്രിസ്തുവിനോട് കൂടെ ആ ക്രിസ്തുവിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അധികാരത്തിലേക്ക് അവനോടുകൂടെ എന്നേക്കും അവന് ഇനി മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഇനി മരണത്തിൽ അവനെ പിടിച്ചു വയ്ക്കുക സാധ്യമല്ല. മരണത്തിന് ഇനി അവൻ്റെ മേൽ കർത്തൃത്വമില്ലെങ്കിൽ അങ്ങനെ സ്നാനമേറ്റ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവനും ഇനി എന്താണ്, നരകവിധിക്ക് യാതൊരു വിധമായിരിക്കുന്ന അവകാശം അവൻ്റെ മേലില്ല. അതാണ് രണ്ടാമത്തെ മരണമായിരിക്കുന്ന മരണത്തിന് നമ്മുടെ മേൽ അധികാരമില്ല. അവർ യേശുക്രിസ്തുവിനോട് എന്നേക്കും വാഴുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മറു ചോദ്യം, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും വസിക്കുന്ന ദൈവത്തിൻ്റെ പൂർണ്ണ വ്യക്തിത്വമുള്ളവനാണെങ്കിൽ അവനെ ഞാൻ ധരിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ആകുലതകൾ, എന്തിനാണ് വേദനകൾ, എന്തിനാണ് പലപ്പോഴും നിരാശകൾ? യഥാർത്ഥത്തിൽ അങ്ങനെ നിരാശപ്പെടുകയും വേദനിക്കുകയും ചെയ്തതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? ക്രിസ്തു ഇരിക്കുന്ന ഇടത്തിരിക്കുവാനുള്ള ആഗ്രഹം വിട്ട് ഈ ലോകത്തിൽ, അതായത് തീക്കായിട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ക്രിസ്തു അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ക്രിസ്തു നമ്മൾക്ക് അനുവദനീയമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ വാഞ്ച ഉള്ളത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും നിരാശകളും ദുഃഖങ്ങളും വേദനകളും ഒക്കെയും സംഭവിക്കുന്നത്. പക്ഷേ യേശുക്രിസ്തു ഇരിക്കുന്ന ഇടമായിരിക്കുന്ന ഉയരത്തിലുള്ളത് നമ്മൾ അന്വേഷിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് കൂടെ എപ്പോഴും ജീവിക്കണം എന്നൊരു ആഗ്രഹം മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും നാം എപ്പോഴും സന്തോഷിക്കുമായിരുന്നു. നമ്മൾ ലോകസ്നേഹത്തിലേക്ക് പോയത് കൊണ്ട് എന്താണ് പ്രശ്നം എന്നറിയാമോ? ക്രിസ്തു നമ്മുടെ കൂടെയില്ല. ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. അപ്പം ലോകസ്നേഹത്തിലേക്ക് മുഴുകി നമ്മൾ ലോകത്തിലുള്ളതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ ക്രിസ്തു നമ്മുടെ കൂടെ ഇല്ലാതെയായിട്ടിരിക്കുന്നു. എന്നാൽ ഉയരത്തിലുള്ളതും സ്വർഗീയമായിരിക്കുന്നതും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനോട് കൂടെ എന്നേക്കും ജീവിക്കുന്നതുമായിരിക്കുന്ന ഒരു ആഗ്രഹത്തോടു കൂടി ആ കർത്താവിനെ നമ്മൾ പിന്തുടരുന്നുവെങ്കിൽ ഒരിക്കലും നമുക്ക് നിരാശ ഉണ്ടാകത്തില്ല, ദുഃഖമുണ്ടാകത്തില്ല, വേദന ഉണ്ടാകത്തില്ല. കാരണം എന്താണെന്നല്ലയോ? അവൻ എന്നോട് കൂടെ ഇരിക്കുകയാണ്. ആര്? ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായിട്ട് വസിച്ചിരുന്ന ക്രിസ്തു. അവൻ എന്നോട് കൂടെ ഇരിക്കുന്നുവെങ്കിൽ നോക്ക് പ്രിയരെ, നമുക്ക് എന്തിനാണ് ഭയമുണ്ടാകുന്നത്? അതുകൊണ്ട് നമ്മൾ വല്ലാതെ യാചിക്കുന്നതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ലെന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കരം പിടിച്ച് അവൻ്റെ അതേ കാൽച്ചൂടുകൾ പിന്തുടർന്ന് അവൻ ഇരിക്കുന്ന ഇടമായിരിക്കുന്ന സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല, ഒരാളും നിരാശപ്പെട്ടു പോകുകയുമില്ല. എന്നാൽ ആധുനിക പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഉപദേശിമാർ, പാസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കടന്നു വന്നിട്ട് നമ്മളെ ലോകസ്നേഹത്തിലേക്ക് വളരെ തന്ത്രപൂർവ്വം വലിച്ചുകൊണ്ടു പോവുകയാണ്. എന്താണെന്നറിയാമോ? നമുക്ക് ഈ ഭൗതികമായിരിക്കുന്ന വിഷയങ്ങളിൽ നമ്മളെ കാണിച്ചു തന്നിട്ട് യേശുക്രിസ്തുവിൽ ഇതെല്ലാം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ എന്താണ് വഞ്ചിക്കുകയാണ്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്: മുന്നമേ എൻ്റെ നീതിയും രാജ്യവും അന്വേഷിപ്പിൻ, അതോടുകൂടെ എല്ലാം കിട്ടുമെന്നാണ് ഉപദേശിമാർ, അല്ലെങ്കിൽ എന്താണ്, വളരെ പ്രമുഖരായിരിക്കുന്ന പല ഉപദേശിമാർ പോലും അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല കാര്യം. നിന്റെ വഴിയാത്രയിൽ, സ്വർഗീയ വാസത്തിലേക്കുള്ള നിന്റെ വഴിയാത്രയിൽ നിനക്ക് എന്താ തിന്നാനും കുടിക്കുവാനും ഉടുക്കുവാനുമുള്ളത് ദൈവം തരാമെന്നാണ് വാഗ്ദത്തം. പഴയ നിയമത്തിൽ ആ ഇസ്രായേൽ ജനം കാനാൻ ദേശത്തിലേക്കുള്ള മരുഭൂ യാത്രയിൽ അവർക്ക് അവിടെ എത്തുവാൻ, മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും
കാനാൻ എന്ന് പറഞ്ഞ രാജ്യത്തിലേക്ക് എത്തുവാൻ വേണ്ട യാത്രയിൽ വേണ്ട ആവശ്യങ്ങളെല്ലാം ദൈവം കൊടുക്കാമെന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ അവരെന്താണ്, അവർ ഭയങ്കരമായിരിക്കുന്ന വഞ്ചനയിൽ അകപ്പെട്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിരിക്കുന്ന ലോകമോഹത്തിൽ അകപ്പെട്ട് അവർ വഴിയാത്രകളിൽ ഇറച്ചി ചോദിച്ചു, ദൈവം കൊടുത്തെങ്കിലും അത് തൊണ്ടയിൽ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് ക്ഷയം അല്ലെങ്കിൽ നാശം, മരണം അയച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. നോക്ക് പ്രിയരെ, കർത്താവ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന ദൈവത്തിന് നിന്നെപ്പറ്റിയും എന്നെപ്പറ്റിയുമുള്ള ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കൂടെ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമ്മളും എന്നേക്കും ഈ ഒറ്റ ലക്ഷ്യത്തിലാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുന്നത്. ആകിയാൽ നമ്മുടെ ഹൃദയം വഞ്ചിക്കപ്പെട്ടു പോകാതെ അവനിലല്ലയോ ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായിട്ട് വസിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സകല പൂർണ്ണതയുമുണ്ട്. സ്നാനത്താൽ നമ്മൾ ആ യേശുക്രിസ്തുവിനെയാണ് ധരിച്ചിരിക്കുന്നത്. അതേ സ്നാനത്താൽ നമ്മൾ ആ യേശുക്രിസ്തുവിനെയാണ് ധരിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. എന്താണ്? ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായിട്ട് വസിക്കുന്ന യേശുക്രിസ്തുവിനെ എൻ്റെ അകത്തെ ആത്മീയ ശരീരം ധരിച്ചിരിക്കുകയാണ്. നാളെ ഈ മണ്ണുകൊണ്ടുള്ള ഈ പുറംചട്ട ഊരിക്കളഞ്ഞ മരണം വഴിയായിട്ട് ഈ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഈ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ആ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന, ആ നീതിവസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവിടെ പിതാവിനോടുകൂടെ പങ്കാളിത്തമുള്ളൂ. അതുകൊണ്ട് ലോകസ്നേഹത്തിലേക്ക് തിരിക്കുന്ന വ്യർത്ഥന്മാരും പോഷന്മാരുമായിരിക്കുന്ന സകല ഉപദേശിമാരുടെയും വാക്കുകളെ നിങ്ങൾ വിട്ട് യേശുക്രിസ്തുവിന് വേണ്ടി കർഷം സഹിപ്പാനും യേശുക്രിസ്തു വേണ്ടി നിന്ന ചുമക്കുവാനും കർത്താവിൻ്റെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്നു കൊണ്ട് അവനെ മഹത്വപ്പെടുത്തിയും അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയും കൊണ്ടും നമ്മുടെ ജീവിതം ക്രമകരമായിട്ട് നിലയിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന കാര്യം മാത്രം ചോദിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. തീർച്ചയായിട്ടും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നാളെ മടങ്ങി വരും. നമ്മുടെ ഈ പുറത്തെ മനുഷ്യനെ മാറ്റി അകത്തെ മനുഷ്യനെ അവൻ ബലപ്പെടുത്തി നീതിവസ്ത്രം ധരിച്ചവനായിരിക്കും നമ്മുടെ അകത്തെ മനുഷ്യൻ തേജസ്സോടെ കർത്താവിനോടുകൂടെ എന്നേക്കും ജീവിക്കുവാനായിട്ട് ഇവിടുന്ന് പറന്നു പോവുകയും ചെയ്യും. സ്നാനമേറ്റവരോടാണ് ഞാൻ പറയുന്നത്. ആ സ്നാനത്തിലേക്ക് എന്നെ കേൾക്കുന്ന ആരെങ്കിലും സ്നാനമേക്കാത്തവരുണ്ടെങ്കിൽ ദിവസങ്ങളിൽ മാനസാന്തരപ്പെട്ട് കർത്താവിനെ സ്നേഹിച്ച് സ്നാനമേറ്റ് ഈ അകത്തെ മനുഷ്യൻ ദൈവത്തിൻ്റെ നീതിവസ്ത്രം യേശുക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു.